നിങ്ങൾ അത്രയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് വിശ്വസിച്ച ചില വ്യക്തികൾ നിങ്ങളെ വിശ്വാസവഞ്ചന കാണിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അത് അത്രയും നമുക്ക് ഹൃദയവേദന ഉള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിയോഗമാണ്. കാരണം നിങ്ങളെ ആ പ്രപഞ്ചം അല്ലെങ്കിൽ ആ ഈശ്വരൻ നോട്ടമിട്ടിരിക്കുന്നു. നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ എത്തുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇത്. കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച ചില വ്യക്തികൾ നമ്മളെ വേദനിപ്പിച്ചാലോ തെറ്റ് ചെയ്താലോ ഒക്കെ നമ്മൾ ക്ഷമിക്കും. വീണ്ടും വീണ്ടും അവരെ നമ്മൾ ചേർത്ത് വയ്ക്കുകയും അവരെ നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അവർ നമുക്ക് വാല്യൂ തരുന്നോ ഇല്ലയോ, പക്ഷെ നമുക്കവരെ വിടാനോ അവരെ മറന്നിരിക്കാനോ കഴിയില്ല. പക്ഷേ കൂടെ ഇരുന്ന് വിശ്വാസവഞ്ചന കാണിച്ച് ദ്രോഹം ചെയ്യുമ്പോൾ വിടാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഇവരെ വിട്ടു പോകാനോ ഇവരില്ലാതെ ജീവിക്കാനോ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഒരു സമയം അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കും. എന്നിട്ട് അത് തിരിഞ്ഞു നോക്കി നമ്മൾ ആ ഈശ്വരന് നന്ദി പറയും. നമ്മൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കവിടെ വാല്യൂ ഇല്ലെന്നർത്ഥം. അത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഇന്ന് ഹൃദയം തകർന്ന് കരയുന്നുണ്ടാവും. പക്ഷേ അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. കാരണം അവിടെ നിന്ന് നമ്മൾ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആവാൻ തുടങ്ങും. നമ്മൾ ആരെ എവിടെ വെക്കണമെന്നുള്ള പാഠങ്ങൾ പഠിച്ചിരിക്കും. അതുമാത്രമല്ല, നമ്മളെപ്പോൾ ഒറ്റപ്പെടുന്നുമോ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സും മണിയും ഒക്കെ വരാൻ പോകുന്നു എന്നർത്ഥം. ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഈശ്വരൻ നയിക്കാൻ തുടങ്ങി. ആ ഈശ്വരൻ നിങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ നയിക്കാനും തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ഓർക്കുക. വളരെ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം നോക്കി പോവുക. അപ്പോൾ എൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ എന്തോ കടിച്ചിട്ടുണ്ട്, അത് കാരണം കുറച്ചൊന്ന് വീങ്ങിയിരിക്കുന്നു. ഓക്കെ, പറ്റാറ്റാ.